രാവിലെ തന്നെ കണ്ടംകുട്ടൻ വന്നു കേട്ടോ. കണ്ടംകുട്ടൻ വന്ന് കുറച്ച് മീൻ തിന്നാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവനും വന്നു. ഇവനിപ്പോൾ ഉണ്ടല്ലോ എന്നെ ഇത്തിരി പേടിയുണ്ട്. അപ്പം അത് കാരണം രണ്ടുപേരും കൂടി ഭയങ്കര മുറുമുറുപ്പായിരുന്നു. അപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം മര്യാദയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ട്. ഇവന് പെട്ടെന്ന് കയ്യിലേക്ക് ചാടി കയറും. നമ്മൾ തിന്നാൻ കൊടുക്കുമ്പോൾ നാളെ എൻ്റെ കൈ കീറിയിട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തു. 9 ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ മീനിങ്ങനെ തൂക്കി പിടിച്ചായിരുന്നു. ഒരൊറ്റ ചാട്ടത്തോടുകൂടി നടുവിരലിൻ്റെ ഉൾഭാഗം കീറിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോക്കോ, വളർത്തണമായാലും ശരി പുറത്തുനിന്ന് വന്നതാണെങ്കിലും ശരി ഇഞ്ചക്ഷൻ എടുക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഇഞ്ചക്ഷൻ എടുത്തു. അതാണ് എനിക്ക് പേടിയായിട്ടാണ് ഞാൻ അന്ന് ചപ്പാത്തി എറിഞ്ഞു കൊടുത്തത്. അതിനാണ് ആരോ വന്ന് ഒരു ഭക്ഷണം എറിഞ്ഞാണോ കൊടുക്കണേന്നൊക്കെ ചോദിച്ചത്. അങ്ങനെ ഭക്ഷണം കാക്കയ്ക്കൊക്കെ എറിഞ്ഞാൽ കൊടുക്കൽ, ചപ്പാത്തിയൊക്കെ കാക്കയ്ക്ക് എറിഞ്ഞാൽ കൊടുക്കൽ, അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കും. അല്ലാണ്ട് ഭക്ഷണത്തിനോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ ഇഞ്ചക്ഷൻ എടുത്ത് എത്ര പ്രാവശ്യമായിട്ടാണ് എടുത്തതെന്നറിയാം. ആദ്യം 2 പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 2 അങ്ങനെ എടുത്തത്. ഒത്തിരി ബുദ്ധിമുട്ടിപ്പോയി. കാരണം ചെറിയൊരു പോറൽ പറ്റില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ ചെറിയൊരു പോറലാണെങ്കിലും അത് തൊലിപ്പുറമേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെയ്യേണ്ട സമയത്തല്ലേ നമുക്കത് ചെയ്യണ്ടേ. അത് പേടിച്ചിട്ടാ, അല്ലാതെ എനിക്ക് ഇവനോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ശരിക്കും ഇവനൊരു പാവമാണ്, പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്. ഇവനാണ് പിന്നെ കുറച്ചും കൂടി, ഇവനെ അങ്ങോട്ട് പോയി കടി വാങ്ങല, മുറുമുറുക്കുന്നുണ്ട്. നിൻ്റെയും കാലൊക്കെ കടി കൊണ്ടിട്ടുണ്ടല്ലോടാ. നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കില്ലേ കടി കൂടിയത്? ഇങ്ങോട്ടൊക്കെ